വീണ്ടും താഴോട്ട് എന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. അത്രമേൽ ദയനീയമായ വഴികളിലൂടെ പെടാപ്പാട് വിടുന്ന കാഴ്ച. KGF-ഉം ബാഹുബലിയും തുടങ്ങി ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളിലൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച ലോകത്തിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സ്ഥലത്ത് വെള്ളപ്പുകയും മറ്റൊരിടത്ത് ചുവന്ന പൊടിയും മാത്രമല്ല കാടും നദിയും തുടങ്ങി ഫുൾ പാക്കേജ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അവരായി അവരുടെ പാടായി എന്നല്ലാതെ പ്രേക്ഷകന് വേറൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും. സൂര്യ 2 വേഷങ്ങളിലാണ് ചിത്രത്തിലെത്തുന്നത്. അതിൽ തന്നെ കങ്കു എന്ന കഥാപാത്രമാണ് പ്രധാനമായിട്ടും വരുന്നത്. ഒരു ആക്ടർ എന്ന നിലയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു കഥാപാത്രം തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. കടന്നു പോകുന്ന വഴികൾ, സ്ട്രഗിൾസ്, പിന്നെ പാസമൊക്കെ ആയി അങ്ങനെ ഒരു സ്പേസ് ആ കഥാപാത്രത്തിനുള്ള സമയത്തും വളരെ ലൗഡായാണ് തിരക്കഥ പരിഗണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ അലാറം വെച്ചതുപോലെ അലറണം. ആ അലർച്ചകളിൽ പ്രകടനവും മൊത്തത്തിൽ ഡൗൺ ആവുന്ന അവസ്ഥ കൂടെയായിരുന്നു. പിന്നെ പ്രേക്ഷകർ അല്പമെങ്കിലും ഉറക്കമൊക്കെ വരികയാണെങ്കിൽ ഈ അലർച്ച ഒരു ഉണർത്ത് പാട്ടായി കണക്കാക്കാം. സൂര്യ നന്നായി പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ കഥാപാത്രവും കഥയും ഒക്കെ മികച്ചതായിരുന്നെങ്കിൽ ആ എഫേർട്ട് ഓർക്കപ്പെട്ടേനെ എന്ന് മാത്രം. ബോബിഡിയോളാണ് മറ്റൊരു പ്രധാന വേഷത്തിൽ. സത്യം പറഞ്ഞാൽ വളരെ ശോകമായിട്ടാണ് തോന്നിയത്. ഇടയ്ക്ക് വരുന്നു, വാളിന്റെ തുമ്പിൽ കോർക്കുന്നു, പിന്നെ ഇടയ്ക്ക് ഒരു നോട്ടവും. ഒരു സോളിഡ് പെർഫോമൻസ് എന്നത് എവിടെയും കാണാൻ സാധിച്ചില്ല. ദിശ പട്ടാനിയൊക്കെ വരുന്നു പോകുന്നു, പിന്നെ കുറെ കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. പഴയ കാലം പറയുമ്പോൾ ടെംപ്ലേറ്റ് എന്ന നിലയിലുള്ള കഥാപാത്ര സൃഷ്ടികളായതുകൊണ്ട് തന്നെ പ്രകടനം കൊണ്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചു.